بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وسلم. فأوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. صدق الله العلي العظيم. അഹ്ലു സുഫ ഹദീസ് പഠനവേദിയിലെ സ്നേഹനിധികളായ വിശ്വാസികളെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന ഹദീസ് മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദുനിയ കുല്ലുഹാ മതാഅ് വഖൈറു മതാഇദ് ദുനിയ അൽ മർഅത്തുസ് സ്വാലിഹ. വിശുദ്ധമായ ഈ ഹദീസുമായി നമ്മൾ ചർച്ച ചെയ്യുകയാണ്. വിശ്വാസികളായ നമുക്കിടയിൽ പോലും വളരെയധികം പ്രചരിച്ചിരിക്കുന്ന ഒരു തെറ്റായ ധാരണയുണ്ട്, ചീത്ത കണി കാണുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ പ്രഭാതമായിട്ട് നമ്മൾ ആദ്യമായി കാണുന്നത് ആരെയാണോ അല്ലെങ്കിൽ എന്ത് വസ്തുവിനെയാണോ കാണുന്നത് എന്ന് നോക്കിയിട്ട് അപലക്ഷണമായും ലക്ഷണമായും കാണുന്ന ചില വിശ്വാസങ്ങളുണ്ട്. പലതും അതിൽ അബദ്ധമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസുണ്ട്. ആ ഹദീസിൽ പുണ്യനബി പറയുന്നത് അശ്ഉമു ഫീ സലാസ, അപലക്ഷണം മൂന്നെണ്ണത്തിലാണുള്ളത്. ഒന്ന് ഫിദ്ദാർ, വീട്ടിലാണ്. മറ്റൊന്ന് ഫിൽ മർഅത്തി, പെണ്ണിലാണ്. മറ്റൊന്ന് ഫിൽ ഫറസി, വാഹനത്തിലാണ് എന്നാണ്. എന്നാൽ ഇത് മൂന്നും എപ്പോഴും അപലക്ഷണമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് നാം കാണുന്നതും മനസ്സിലാക്കുന്നതും അപലക്ഷണമായി തോന്നുന്നത് നമ്മുടെ മനോധൈര്യം നഷ്ടപ്പെടുന്നതിൻ്റെ ഉദാഹരണമാണ്. സത്യവിശ്വാസിയായ ഒരാൾ എപ്പോഴും നല്ല മനോധൈര്യമുള്ളവനായിരിക്കണമെന്നാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് സത്യവിശ്വാസികൾക്ക് മനോധൈര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ നബി തങ്ങളോട് അല്ലാഹു പറയുകയാണ്, വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയതി ഇദ് ജാഅഹൽ മുർസലൂൻ. സാധാരണ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്ത് യാസീനിൽ ഇത് പറയുന്നുണ്ട്. അവർക്കൊരു ഉദാഹരണം പറഞ്ഞു കൊടുക്കണം, ആക്കണം. ആരെ? ഒരു നാട്ടുകാരെ. ഇദ് ജാഅഹൽ മുർസലൂൻ, ദൂതന്മാർ അവിടെ വന്ന സന്ദർഭം അത് ഇവർക്ക് തങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവർക്ക് മനോധൈര്യം ഉണ്ടാവാൻ വേണ്ടിയാണ്. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന നാം അവന്റെ ഖദർ ഖളായിൽ വിശ്വസിക്കുന്നവരാണ്. അല്ലാഹു നമുക്ക് വിധിച്ചതേ സംഭവിക്കുകയുള്ളൂ. അവൻ നമ്മുടെ കിതാബിൽ എഴുതി രേഖപ്പെടുത്താത്തത് ഒരിക്കലും നമുക്ക് വന്നെത്തുകയുമില്ല. ഈ ഒരു വിശ്വാസം നമ്മൾ എപ്പോഴും മുറുകെ പിടിക്കേണ്ടതാണ്. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദ് മിൻകൽ ജദ്ദ്. 5 വഖത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു സത്യവിശ്വാസി പറയേണ്ടത് ഈ ദിക്റാണ്. അല്ലാഹുമ്മ, പടച്ചവനെ, ലാ മാനിയ ലിമാ അഅതൈത, നീ തന്നതിനെ തടയുന്നവനില്ല. വലാ മുഅതിയ ലിമാ മനഅത, നീ തടഞ്ഞതിനെ തരുന്നവനുമില്ല.
അതേപോലെ ഒരു പരിശ്രമമുടയവന്റെ പരിശ്രമവും ഉപകാരം ചെയ്യുകയുമില്ല. ഒരാൾ എന്ത് നമ്മെ ചെയ്യാൻ തീരുമാനിച്ചാലും അതൊന്നും ഇവിടെ പ്രയോജനം ചെയ്യില്ല, അല്ലാഹു തീരുമാനിച്ചല്ലാതെ എന്ന് എപ്പോഴും പറയേണ്ടവനാണ് വിശ്വാസി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഈമാനിലേക്ക് എപ്പോഴും നല്ല ധൈര്യം കൊടുക്കണം. നമുക്കറിയാമല്ലോ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ മനക്കരുത്തുള്ള ആളുകളായിരുന്നു അമ്പിയാക്കന്മാർ, പ്രവാചകന്മാർ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധന ദൗത്യം ഏറ്റെടുത്ത സന്ദർഭത്തിൽ ശത്രുക്കളായ ആളുകൾ മഹാനായ നബി തങ്ങളുടെ പിതൃവ്യനായ അബൂ ത്വാലിബിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മുഹമ്മദിനോട് എങ്ങനെയെങ്കിലും ഈ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി പറയണം. പിതൃവ്യനായ അബൂ ത്വാലിബ് മുഹമ്മദിനോട് പോയി പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പ്രബോധന ദൗത്യത്തിൽ നിന്ന് പിന്മാറിയിട്ട് നമ്മുടെ മതത്തിൽ ഉറച്ചു നിൽക്കാൻ പറയുന്നുണ്ട്. ആ സമയത്ത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിതൃവ്യനായ അബൂ ത്വാലിബിന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, യാ അമ്മി വല്ലാഹി ലൗ വലഉ ശംസ ഫീ യമീനി വൽ ഖമറ ഫീ യസാരി അലാ അൻ നത്റുക ഹാദൽ അംർ. എൻ്റെ പിതൃവ്യ, എൻ്റെ വലത് കൈയിൽ സൂര്യനെ വെച്ച് തന്നാലും ഇടത് കൈയിൽ ചന്ദ്രനെ വെച്ച് തന്നിട്ട് ഈ കാര്യം ഉപേക്ഷിക്കാൻ എന്നോട് പറയുകയാണെങ്കിൽ പോലും ഞാനത് ഉപേക്ഷിക്കുന്ന ഒരു പ്രശ്നവുമില്ല. മാതറക്തു, ഞാനത് ഉപേക്ഷിക്കുകയില്ല. ഹത്താ യുൽഹിറഹുല്ലാഹ്, ഒന്നുകിൽ അല്ലാഹു ഇതിനെ പരസ്യപ്പെടുത്തണം, അല്ലെങ്കിൽ ഇതിൽ തന്നെ ഞാൻ മരിച്ചു പോകണം. അതാണ് എൻ്റെ ആഗ്രഹം. അതാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിസന്ധികൾ പോലും വരുമ്പോൾ നേടിയെടുത്ത മനക്കരുത്തിന്റെ ഉദാഹരണമാണിത് പറഞ്ഞു തരുന്നത്. ഈ മനക്കരുത്തുള്ള ആളുകളാണ് സത്യവിശ്വാസികളിൽ നിന്ന് ഏറ്റവും നല്ല ഗുണമുള്ളവർ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മുഅ്മിനുൽ ഖവി ഖൈറുൻ, ശക്തനായ സത്യവിശ്വാസിയാണ് ഏറ്റവും ഉത്തമൻ. നല്ല ശക്തനായ വിശ്വാസിയാണ് ഏറ്റവും ഉത്തമൻ. വഅഹബ്ബു ഇലല്ലാഹ്, അല്ലാഹു എനിക്ക് ഏറ്റവും ഇഷ്ടവും അവനെയാണ്. മിനൽ മുഅ്മിനിൽ ലഈഫ്, ബലഹീനനായ സത്യവിശ്വാസിയേക്കാൾ. അതുകൊണ്ടാണ് അചഞ്ചലമായ നല്ല മനോധൈര്യമുള്ള സത്യവിശ്വാസിക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉയർന്ന സ്ഥാനമുണ്ട്. അവനിക്കൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റും, നിലപാട് പറയാൻ കഴിയും. അവനാണ് ബലഹീനനായ, ഒന്നിനും കഴിയാതെ മനക്കരുത്തില്ലാതെ സത്യവിശ്വാസിയേക്കാൾ ഉത്തമൻ. എന്നിട്ട് മഹാനായ നബി തങ്ങൾ പറയുന്നുണ്ട്, എല്ലാവരിലും ഖൈറുണ്ട്. ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരം കിട്ടുന്നതിന്റെ മേൽ നീ ആഗ്രഹിച്ചോ. വസ്തഈൻ ബില്ലാഹ്, അല്ലാഹുവിനോട് നീ സഹായം തേടിക്കോ. വലാ തഅജസ്, നീ അശക്തനാവരുത്, നിന്റെ മനോധൈര്യം നഷ്ടപ്പെട്ടു പോവരുത്. വഇന്ന അസ്വാബക ശൈഉൻ, നിനക്ക് വല്ല കാര്യവും വന്നെത്തി എന്നാൽ ഫലാ തഖുൽ, നീ പറഞ്ഞു പോവരുത്, ലൗ അന്നി ഫഅൽതു കാന കദാ വകദാ, ഞാൻ ഇന്നാൽ ഇന്ന് സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്നതുപോലെ വരുമായിരുന്നു എന്ന് നീ പറഞ്ഞു പോവരുത്. നമ്മളിൽ പല ആളുകളും ഇത് പറയാറുണ്ട്. പുണ്യനബി പറയാണ്, അങ്ങനെ പറയരുത്, ഞാൻ അതിലേ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു, ഇങ്ങനെ വന്നിരുന്നുവെങ്കിൽ ഇതുണ്ടാവുമായിരുന്നല്ലോ എന്നൊക്കെ പറയുന്ന ഒരു രീതി നമ്മളിൽ പലർക്കുമുണ്ടല്ലോ. ആ രീതി ശരിയല്ല എന്ന് പുണ്യനബി പഠിപ്പിക്കുകയാണ്. വലാകിൻ, പിന്നെയോ, ഖുൽ, നീ പറയേണ്ടത്, ഖദറുല്ലാഹി വമാ ശാഅ ഫഅൽ, അല്ലാഹു നിശ്ചയിച്ചത് സംഭവിക്കുകയാണ്.
ഇവിടെയാണ് നമ്മുടെ ഈമാൻ എനിക്ക് കരുത്ത് കൊടുക്കുന്നത്. നഷ്ടപ്പെട്ടതിൻ്റെ മേൽ ഖേദിക്കാൻ നിൽക്കേണ്ടതില്ല, അല്ലെങ്കിൽ കിട്ടിയതിൻ്റെ മേൽ വല്ല പ്രയാസവും വന്നെത്തിയതിൻ്റെ മേൽ ദുഃഖിക്കേണ്ടിയും വരില്ല. ഈ ഒരു വിശ്വാസം നമ്മൾ ഹൃദയത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം അല്ലാഹുവിൻ്റെ വിധിയാണ്, എല്ലാം അല്ലാഹുവിൻ്റെ വിധിയാണ് എന്നതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണം. അതല്ലാതെ പ്രഭാതത്തിൽ എഴുന്നേറ്റ ഉടനെ ഇന്നാലിന്ന മനുഷ്യനെയാണ് ഞാൻ കണ്ടത്, എൻ്റെ ദിവസം മോശമായി എന്ന് തീരുമാനിക്കാൻ പാടില്ല. അല്ലെങ്കിൽ വല്ല സംഭവവും കണ്ടു, അതിൻ്റെ പേരിലാണ് എനിക്ക് ദുർലക്ഷണം വന്നു പോയത് എന്ന് ചിന്തിക്കാനും പാടില്ല. അപലക്ഷണം സംഭവിച്ചത് ഇന്നത് കൊണ്ടാണ് എന്നൊന്നും നമ്മൾ ചിന്തിക്കാനോ വിശ്വസിക്കാനോ പാടുള്ളതുമല്ല. എന്നിട്ട് മഹാനായ പുണ്യനബി പഠിപ്പിക്കുകയാണ്, ഫഇന്ന ലൗ തഫ്തഹു അമല ശൈത്താൻ, ഇന്നാലിന്നതുപോലെ ഞാൻ ചെയ്തിരുന്നു എങ്കിൽ എന്നിട്ട് പറയുന്ന സംഭവമുണ്ടല്ലോ. തഫ്തഹു അമല ശൈത്താൻ, പിശാചിന്റെ പ്രവർത്തനം അതുമൂലം തുറന്നു തരുന്നതാണ് നിനക്ക്. പിന്നീട് നീ വല്ലാതെ ആ പിശാച് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അത് നീ ഉപയോഗിക്കാൻ പാടില്ലെന്ന് മഹാനായ പുണ്യനബി നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മഹാന്മാരായ ആളുകൾ ഒരു ചരിത്രം പറയാറുണ്ട്. പഴയകാലത്തൊരു രാജാവ് ഇങ്ങനെ തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് നടക്കാനിറങ്ങുകയാണ്. കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ കോങ്കണ്ണനായ ഒരാളെ കണി കാണുകയാണ്. ആദ്യമായി പുറത്തു വന്നപ്പോൾ ഇയാളെ കണ്ടു. ദേഷ്യം പിടിച്ച രാജാവ് ആ മനുഷ്യനെ പിടിച്ച് ജയിലിൽ അടക്കുകയാണ്. അങ്ങനെ പ്രഭാതത്തിൽ രാജാവ് നടക്കാൻ പോയി. ആ പാവപ്പെട്ട മനുഷ്യനെ ജയിലിൽ അടച്ചു. വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ രാജാവ് ഈ മനുഷ്യരെ പുറത്തേക്ക് അയക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങളുടെ യാത്രയിൽ ഇന്ന് വല്ലതും സംഭവിച്ചുവോ? രാവിലെ മുതൽ നിങ്ങൾ യാത്രയിലാണല്ലോ, വല്ല ദുർലക്ഷണവും സംഭവിച്ചിട്ടുണ്ടോ? രാജാവ് പറഞ്ഞു, എനിക്കൊരു അപലക്ഷണവും സംഭവിച്ചിട്ടില്ല, നല്ല സുന്ദരമായ യാത്രയായിരുന്നു. അപ്പോഴാണ് രാജാവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പാവപ്പെട്ട സഹോദരൻ പറഞ്ഞത്, അയ്യുഹൽ അമീർ, ഓ രാജാവേ, അന ഖറജ്തു മിൻ മൻസിലി, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഫറഅയ്തുക, നിങ്ങളെയാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. ഫലഖീതു ഫീ യൗമി ശർറ വൽ ഹബ്സ, പക്ഷേ ഇന്നെൻ്റെ ദിവസം വളരെ മോശമായിരുന്നു, എനിക്ക് ഇന്നത്തെ ദിവസം ജയിലറ സമ്മാനിക്കുകയും ചെയ്തില്ലേ? വഅൻത റഅയ്തനീ ഫലഖീത ഫീ യൗമികൽ ഖൈറ വസ്സുറൂർ, എന്നാൽ നേരെ തിരിച്ച് നിങ്ങൾ കൊട്ടാരത്തിൽ നിന്നിറങ്ങിയപ്പോൾ എന്നെയാണല്ലോ കണി കണ്ടത്. പക്ഷേ നിങ്ങളുടെ ഇന്നത്തെ ദിവസം വളരെ ഖൈറും ഉത്തമവുമായിരുന്നല്ലോ, സന്തോഷമായിരുന്നല്ലോ. ഫമൻ അസ്അമുനാ, നമ്മളിൽ ആർക്കാണ് കൂടുതൽ അപലക്ഷണമുള്ളത് എന്ന് രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ പാവപ്പെട്ട സഹോദരൻ ചോദിക്കുകയാണ്. ഫസ്തഹിയാ മിനുൽ വാലി, രാജാവ് ഈ ചോദ്യം കേട്ടപ്പോൾ ലജ്ജിച്ച് തല താഴ്ത്തിപ്പോയി. എന്നിട്ട് ഈ സഹോദരനെ കൂട്ടിപ്പിടിക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, നമ്മേക്കാൾ ചെറിയ നിസ്സാരന്മാരായ കഴിവ് കുറഞ്ഞതായ ആളുകളെ കാണുമ്പോൾ അവർ ദുർലക്ഷണമാണ്, അപലക്ഷണമാണ് എന്ന് ചിന്തിക്കുന്ന ആ ഒരു ചിന്ത പോലും സത്യവിശ്വാസിക്ക് യോജിച്ചതല്ല. നമ്മളിൽ ആരാണ് ഉത്തമൻ എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. വിശുദ്ധ ഖുർആൻ അതാണ് പറഞ്ഞത്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമനായ ആൾ, മാന്യനായ ആൾ, ആദരവുള്ള ആള് നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവരാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പോലും പറഞ്ഞത്. അതുകൊണ്ട് മറ്റൊരാളെ നോക്കിയിട്ട്, മറ്റൊരു വസ്തുവിനെ നോക്കിയിട്ട് അതെനിക്ക് അപലക്ഷണമായി വന്നതാണ്, അതുകൊണ്ടാണ് എൻ്റെ ദിവസം ഇന്ന് മോശമായത് എന്ന് ചിന്തിക്കുന്ന രീതിയിൽ നമ്മൾ മാറാൻ പാടില്ല. എന്നാൽ നഹ്സ് അഥവാ അപലക്ഷണം എന്നുള്ള ഒരു സംഗതി ഉണ്ട് താനും, അതും നമ്മൾ മറന്നു പോവാനും പാടില്ല.
മഹാനായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് നാം ചർച്ച ചെയ്യുകയും പഠിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്ന ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, അദ്ദുന്യാ കുല്ലുഹാ മതാ, ദുനിയാവ് മുഴുവനും ഒരു ചരക്കാണ്. വഖൈറു മതാഇദ് ദുനിയാ, ദുനിയാവിന്റെ ചരക്കുകളിൽ ഏറ്റവും ഉത്തമമായത് അൽ മർഅതു സ്വാലിഹ, സ്വാലിഹായ ഒരു ഭാര്യയാണ്, ഒരു പെണ്ണാണ്. ആ സ്വാലിഹത്തായ പെണ്ണാണ് ഈ ദുനിയാവിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പുണ്യ നബി തന്നെ പഠിപ്പിച്ചത് മറ്റൊന്നാണ്, മറ്റൊരു രീതിയിലും പറഞ്ഞു തന്നിട്ടുണ്ട്. അപലക്ഷണം പെണ്ണിലുണ്ട്. ആ പെണ്ണ് സ്വാലിഹത്തല്ലാതെ പെണ്ണാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു തഖ്വ നിലനിർത്തി തരട്ടെ. സ്വാലിഹായി ജീവിച്ച് നല്ല മരണം വരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.